ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകള്, യാതനകള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് അത് മറ്റൊരു മനുഷ്യൻ തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ അതിനെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് വിളിക്കാറുമുണ്ട്. ആ മനുഷ്യത്വത്തിന്റെ മുഖം തന്നെ ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ചില തീരുമാനങ്ങൾക്ക്. സംശയം വേണ്ട, അസാമിലെ പൗരത്വ ബില്ലിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം കേന്ദ്രം പറഞ്ഞു, അസാമിൽ 1 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് കുടിയേറ്റക്കാരായി കടന്നു വന്നിട്ട്. അവരെ തിരിച്ചറിഞ്ഞ് പടിക്ക് പുറത്താക്കാനുള്ള നീക്കമായിരുന്നു പൗരത്വ ബില്ലിലൂടെ അമിത്ഷാ ലക്ഷ്യം വെച്ചത്. പക്ഷെ വലിയ തിരിച്ചടിയായിരുന്നു അവർക്ക് നേരെ വിരൽ ചൂണ്ടി വന്നത്. അതായത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബംഗാളിലെ ഹിന്ദുക്കളായിരുന്നു ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടവരിൽ ഉണ്ടായിരുന്നത്. NRC പട്ടിക കൃത്യമായ രീതിയിൽ ഒരുപാട് തവണ പുനർപരിശോധന നടത്തിയപ്പോഴും മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അധികം കുടിയേറിയിട്ടുള്ളത് ബംഗാളി ഹിന്ദുക്കളാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വിവേചനം കാണിക്കാതെ തന്നെ നമുക്കവരെ ഒറ്റയ്ക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും അവരുടെയൊക്കെ അവസ്ഥ. അവരെത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ആ പ്രയാസപ്പെടലിനെയൊക്കെ ഒരു തരത്തിലും നോക്കിക്കാണാതെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ മുന്നൊരുക്കം. ഈ 19 ലക്ഷം പേർക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് വലിയ തടവറകൾ ഒരുങ്ങുകയാണ്. ആ തടവറകൾക്കകത്ത് ഇവരെ പൂട്ടിയിടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. മനസ്സറിഞ്ഞ് പറയട്ടെ, സങ്കടം തോന്നുന്നുണ്ട്. 30 പേരെ താമസിപ്പിക്കാനുള്ള തടവറകളിലെ സെല്ലുകളിൽ 300 പേരെയാണ് പോലും കേന്ദ്രം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിന്റെ ഭയാനകമായ അവസ്ഥ നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയാണ്, അനുഭവിച്ചറിയുകയാണ്. അടച്ചിട്ട തടവറകളായതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തും സംഭവിക്കാം. ആരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ? ആരുണ്ട് അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു തരാൻ? യാതനകളിലേക്ക് കടന്നു പോകുന്ന 19 ലക്ഷം പേർ. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, മറ്റുള്ള മതസ്ഥരുണ്ട്. അവരുടെ വേദനകൾ തിരിച്ചറിയാൻ കേന്ദ്രം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എല്ലായിടത്തും ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിലൂടെ എന്ത് നേട്ടമാണ് കേന്ദ്രത്തിനുള്ളത്? ഏത് ദൈവത്തെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്? ഏത് ദൈവമാണ് മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നുള്ളത്? അങ്ങനെ ദാഹിക്കുന്നത് ദൈവമാണോ? അത് പിശാചല്ലേ? നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് കേന്ദ്രം. കടന്നു പോകുന്നത് ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ്. 19 ലക്ഷം പേർ മനുഷ്യരാണെന്ന തിരിച്ചറിവ് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ചോദ്യം. ഇതെന്റെ മാത്രം വികാരമല്ല, രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ വികാരം എന്നിലൂടെ പ്രകടമാകുന്നു എന്നുള്ളത് മാത്രമാണ്. പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ടാകാം. മനുഷ്യനെ തിരിച്ചറിയാത്ത എന്ത് ഭരണം കാഴ്ചവെച്ചിട്ടും എന്ത് കാര്യമാണുള്ളത്? ആ 19 ലക്ഷം പേരിൽ എത്രത്തോളം രാജ്യത്തെ സ്നേഹിച്ചവരുണ്ടാകും? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ മനസ്സുകൊണ്ട് സന്തോഷിച്ചവരുണ്ടാകും. പ്രകടമാക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവരുണ്ടാകാം. അത്തരക്കാർ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ഭരണകൂടം പറയുന്നത്? എന്താണ് അവർക്ക് നമ്മുടെ ഭരണകൂടം നൽകുന്നുള്ള തടവറകൾക്കകത്തുള്ള ഉപാധികൾ? തിരിച്ചറിയണം. 3 വർഷത്തിലൊരിക്കലാണ് അവർക്ക് ജാമ്യം ലഭിക്കുക. ആ ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾ 1 ലക്ഷം രൂപ ജാമ്യത്തുകയായി കെട്ടിവെക്കണം പോലും. എവിടെ നിന്നാണ് ഇവർക്ക് 1 ലക്ഷം രൂപ ലഭിക്കുക? അസാമിലെ പൊതുജനങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? BJP ദാരിദ്ര്യമാണവിടെ, പട്ടിണിയാണവിടെ, ദുരിതം അനുഭവിക്കുന്ന പാവങ്ങൾ എവിടെ നിന്നാണ് 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് ജാമ്യത്തുക അടക്കേണ്ടത്? ജാമ്യത്തുക അടച്ച് ജാമ്യത്തിലൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ആ പാവങ്ങളെ വേട്ടയാടുന്നുണ്ട്. അതിനേക്കാൾ നല്ലത് അവർക്ക് ആ തടവറകൾക്കകത്ത് കഴിയുന്നതാണ്. ആഴ്ചയിൽ 1 ദിവസം ഇവർ ഒപ്പിടണം. പോലീസിന്റെ കൃത്യമായിട്ടുള്ള കണ്ണുകൾ അവർക്ക് മേലിൽ ഉണ്ടാകും. അവർക്ക് സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യനായി ജീവിക്കുന്നത് തന്നെ നാണക്കേടായി തോന്നിപ്പോകും ആ പാവങ്ങൾക്ക്. വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരപേക്ഷയാണ്, പൊതുജനങ്ങളുടെ ഒരപേക്ഷ. ഇങ്ങനെ ഒരു മനുഷ്യരോടും ഒരു മനുഷ്യനും ചെയ്യരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.